നമ്മുടെ അമ്മ നമ്മളെ അറിഞ്ഞത് ഉദരത്തിൽ ഉരുവായ ശേഷമാണ്. അപ്പൻ അറിഞ്ഞത് പ്രസവിച്ച ശേഷമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കും. നാട്ടുകാർ കണ്ടത് ജനിച്ച ശേഷമാണ്. എന്നാൽ നീ ഭൂമിയുടെ അധോഭാഗത്തൊന്നുമല്ലാതിരുന്നപ്പോൾ, നീ വെറും പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ട 2 കണ്ണുകൾ ഇവിടെ ഉണ്ട്. അതെൻ്റെ യേശുവിൻ്റെ കണ്ണുകളാണ്. വിശ്വസിക്കുന്നവർ മാത്രം നിരവരെ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളെ കാണുന്നൊരു ദൈവം. എല്ലാവരും പറഞ്ഞേ, നമ്മളെ കാണുന്നൊരു ദൈവം. എന്ന് കാണാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞേ, ഒന്നുമില്ലാതിരുന്നപ്പോൾ നിനക്ക് പേരുണ്ടായിട്ട് ഇത്ര വർഷമേ ആയുള്ളൂ. നിനക്ക് വീട്ടുപേരുണ്ടായിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ. നിനക്ക് വീട്ടുപേരില്ലാതിരുന്നപ്പോൾ, പേരില്ലാതിരുന്നപ്പോൾ നിൻ്റെ അപ്പൻ ആരാന്ന് നീ അറിയാതിരുന്നപ്പോൾ, അമ്മ ആരാന്ന് നീ അറിയാതിരുന്നപ്പോൾ, ഭൂമിയുടെ അധോഭാഗത്ത് വെറും പറഞ്ഞേ പിണ്ണാകാരമായിരുന്നപ്പോൾ ദൈവം നമ്മളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമുക്ക് വേണ്ടി അന്നു മുതൽ കരുതി വച്ചിരിക്കുന്നത് ആവശ്യമനുസരിച്ച് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലും ആ കർത്താവിൻ്റെ കൈ കുറുതായി പോകാതെ നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ഭക്തൻ ചോദിക്കുകയാണ്, 7-ാമത്തെ വാക്യം, നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ ദൈവഭക്തൻ തന്നെ പറയുകയാണ്, സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഇനി ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് അങ്ങ് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നിൽ നിന്നും നമുക്ക് ഒളിച്ചു മാറാൻ കഴിയാത്ത, നമ്മളെ ശ്രദ്ധിക്കുന്ന 2 കണ്ണുകൾ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഈ കടലിനകത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എന്നറിയപ്പെടുന്ന നീലത്തിമിംഗലം എന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ വായിച്ചത് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിവരണം കൊടുത്തപ്പോൾ, നമ്മൾ ഈ പ്രസംഗം ലൈവിൽ കാണുന്നത് കൊണ്ട് നമ്മളെക്കാട്ടി ബുദ്ധിയുള്ളവരൊക്കെ അത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞിട്ട് അത് പിന്നെ തെറ്റായി പോകാതിരിക്കാൻ, അത് ശരിയാണോ എന്നറിയാൻ ഞാൻ കെസിയായെ കൊണ്ട് രാവിലെ യൂട്യൂബിലൊന്നുകൂടെ നോക്കിച്ച് അത് ശരിയാണോ എന്നറിയാനായിട്ട് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് കറക്റ്റ് കാര്യമാണ്. ജനിക്കുന്ന ഒരു കുട്ടിക്ക്, നീലത്തിമിക്കലത്തിൻ്റെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഒരു പ്രായപൂർത്തിയായ ആനയുടെ വലിപ്പമുണ്ട് ഒരു കുട്ടിക്ക്. സാധാരണ ഒരു കുഞ്ഞ് 20 അടി നീളം വരെ നീളമുള്ളതായിട്ടാണ് ജനിക്കുന്നത്. ഒരു നേരം അതിൻ്റെ വയറ് നിറയ്ക്കണമെങ്കിൽ നമ്മുടെ കണക്കിന് ഏറ്റവും കുറഞ്ഞത് 600 ലിറ്റർ പാല് വേണം. നമുക്കൊരു ജനറൽ കൺവെൻഷൻ നടത്താൻ അത്രയും പാല് മതി. അത് അതിന് ഒരു നേരം കൊടുക്കുന്നത്. ഇതൊക്കെ ശരിയാണെന്നറിയാൻ നിങ്ങൾ കുഞ്ഞുങ്ങൾ പോയി സെർച്ച് ചെയ്താൽ മതി, അറിയാം. 200 അടി നീളമാണ് ഏറ്റവും പ്രായപൂർത്തിയായ ഒരു തിമിംഗലത്തിൻ്റെ നീളം. നമ്മുടെ ഹോള് 100 അടി കഷ്ടിച്ചാൽ 100 അടിയുണ്ട്. ഇത്ര 2 ഹോളിൻ്റെ നീളമുണ്ട് ഒരു തിമിംഗലത്തിൽ. 100 അടി നീളമുള്ള ഹോളിനകത്ത് നമുക്ക് ഒരു 450 പേരെ ഇരുത്താം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വയറിൽ എത്ര പേര് കൊള്ളുമെന്ന് ഓർത്തോണം. ഒരു നേരം അതിൻ്റെ വയറ് നിറയ്ക്കാൻ 50 ടണ്ണ് ഏറ്റവും മുന്തിയ ഇനം കൊഞ്ച് വേണം. നമ്മുടെ കൂട്ട് കാണുന്ന എല്ലാം കൂടെ വാരി വലിച്ചതിനകത്തൊന്നുമില്ല. ഇത് കൊഞ്ചിനത്തിൽ തന്നെയുള്ള ഏറ്റവും കൂടിയ കൊഞ്ച്. ഇതിനു വേണ്ടി തന്നെ ദൈവം സൃഷ്ടിക്കുന്നത് 50 ടൺ വേണം ഒരു നേരം. അത് കഴിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ട് പിച്ചാത്തിയും കൊണ്ട് കൊഞ്ച് പൊളിക്കുകയൊന്നും ചെയ്യേണ്ട. പുള്ളി വാ പൊളിച്ച് പതുക്കെ ഇങ്ങനെ താഴെ കൂടെ ഒന്ന് പോയാൽ മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് 50 ടൺ കൊഞ്ച് പുള്ളിയുടെ അകത്ത് ചെല്ലും. ആ സ്ഥലത്താണ് പുള്ളിയെ പാർപ്പിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 50,000 കിലോ. ഗുണം ഒരു 300 കൂട്ടിക്കോ. 50,000 ഗുണം ഏറ്റവും കുറഞ്ഞ വില 1 കിലോ കൊഞ്ചിന് 300 രൂപ. അപ്പോൾ ഏതാണ്ട് 1.5 കോടി രൂപ ഒരു നേരത്തെ ആഹാരത്തിന് വേണം. സ്തോത്രം. നമുക്ക് ഈ സഭക്കാർക്ക് എല്ലാം കൂടി ഒരു വർഷം തിന്നാൻ അത്രയും പൈസ മതി. അതാ ഈ നീലത്തിമിംഗലത്തിൻ്റെ ഒരു നേരത്തെ ആഹാരം. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. ഇത് കണ്ടോണ്ട ഭക്തൻ പാടിയത്, കരയുന്ന കാക്കയ്ക്കും
വയലിലെ റോസയ്ക്കും ഭംഗിയും ഓ കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങളാറ്റിലെ ഓ കാട്ടിലെ ചെങ്ങളെല്ലാം സർവേ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ ഓ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ എന്നാലെനിക്കൊരു ഹല്ലേലൂയ ഉല്ലാസമേ ഓ എന്നാലെനിക്കൊരു കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ കണ്ണ് അവമൊക്കെയും ഓ കല്യാണശാലയിൽ ഹല്ലേലൂയ സന്താപമോ ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമാ ബഹുകാലം വാഴാൻ ശീഘ്രം വരും എന്റെ കാന്തൻ വരും എനിക്കുല്ലാസമാ ബഹുകാലം വാഴാൻ. നിന്നെ ഒളിച്ച് ഞാൻ എവിടെയൊക്കെ പോകും? കാക്കുരയില്ലാത്തൊരു കാക്കയുടെ നിലവിളിയും 50 ടൺ കൊഞ്ചിനെ ഒരു നേരം കഴിക്കുന്ന തിമിംഗലത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം നീ ഇരിക്കുന്നത് കാണുന്നുണ്ട്, നീ എഴുന്നേൽക്കുന്നത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിലെ സകല ഭാരങ്ങളും, ഞാൻ ഈ വാക്യം ഈ പുസ്തകം വായിച്ച് രാവിലെ ഇങ്ങനെ ഞെട്ടി ചിന്തിക്കാൻ ഒരു കാര്യം, ഇങ്ങനെ 365 ദിവസം കൊടുക്കണം, എത്ര കോടി കിലോ കൊഞ്ചുണ്ടാകണം, എന്നിട്ടും കടലിലെ കൊഞ്ച് തീർന്നില്ല. അത്യാവശ്യം നമുക്ക് തരാൻ ഇടയ്ക്കിടയ്ക്ക് കരയ്ക്ക് വന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഹലോ, ലോകമുള്ള കാലം മുതൽ ഈ മത്സ്യമുണ്ടേ. ഒരു നേരത്തെ ഫുഡ് ഇത്രയുമാണെങ്കിൽ ഇത്രയും കാലം ഇവൻ കഴിക്കുകയല്ലേ, എന്നിട്ട് കടലിലെ മത്സ്യം തീർന്നോ? പറഞ്ഞേ, നിനക്ക് വേണ്ടിയുള്ള കരുതൽ. എല്ലാവരും സ്വത്രം പറഞ്ഞില്ല. ഇങ്ങനെ തിന്നുന്നൊരു മത്സ്യത്തിന് വേണ്ടി കൊഞ്ചിനെ തന്നെ ഭൂമിക്കടിയിൽ ഇങ്ങനെ കടലിൽ ഉണ്ടാക്കിയിടാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ 56 കിലോളം നിന്റെ വയറ് നീറ്റാൻ, ഒരു ദോശ രാവിലെ മൊത്തം കഴിക്കാൻ നിന്നെ കൊണ്ട് വയ്യല്ലോ. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ഒരു വാച്ചോറ് തികച്ചുണ്ടാൻ ഇപ്പം വയ്യല്ലോ. പണ്ട് 1.5 കിലോ കഴിച്ച് ഇപ്പം വയ്യല്ലോ. പ്രൈസ് ദി ലോർഡ്. പണ്ട് 1.5 കിലോ ഇറച്ചിയത് നിനക്കിപ്പോൾ 4 കഷ്ണം തിന്നാൻ ഏങ്ങലടിച്ചല്ലേ കഴിക്കുന്നേ. ആ നിന്നെ പുലർത്താൻ സ്തോത്രം പറയണം. ഇവിടെ വെളിപ്പെട്ട് വന്നേക്കുന്ന ദൈവം നീ വിചാരിക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ ഭിന്നാകാരം മുതൽ കണ്ട ഒരു ദൈവം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരോട് കർത്താവ് പറഞ്ഞത് അർദ്ധരാത്രിയിലെ സ്നേഹിതനെ കുറിച്ച്. നമുക്ക് നല്ല സുപരിചിതമാ കഥ. പ്രാർത്ഥന പഠിക്കാൻ ചെന്നവരാ. പ്രാർത്ഥന പഠിപ്പിക്കുക. പഠിപ്പിച്ച് കഴിഞ്ഞ് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് ലൂക്കോസ് 11-ാം അധ്യായമാണ്, 5 മുതൽ 8 വരെ.
ആ കഥയുടെ പേര് അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. എല്ലാവരും പറഞ്ഞേ. എല്ലാവരും പറഞ്ഞില്ല. എല്ലാവരും ഇവിടെയാണല്ലോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇരുളിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സമയത്തിന്റെ പേരാണ് അർദ്ധരാത്രി. എൻ്റെ കൂടെ ഒന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ശൂന്യതകളെ കുറിച്ച് മുൻപിൽ പ്രതീക്ഷ മങ്ങിയ ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതന്റെ വീട്ടിൽ അഭയം ചൊല്ലിയിരിക്കുക. അവന്റെ പ്രശ്നം ആർക്കേലും 1,00,000 രൂപ കൊടുക്കാനുള്ളതല്ല. അവന്റെ പ്രശ്നം ഒരു ഉടുപ്പ് മാറിയിടുന്ന കാര്യമല്ല. അവന്റെ പ്രശ്നം കൊച്ചിനെ കെട്ടിക്കുന്ന കാര്യമല്ല. അവന്റെ പ്രശ്നം വീട് പണിയുന്ന കാര്യമല്ല. അവന്റെ പ്രശ്നം ഒരു നേരത്തെ ആഹാരം കഴിക്കാനാണ്. ഹലോ, ഞാൻ ആദ്യമേ തിമിംഗലത്തിന്റെ കാര്യം പറഞ്ഞത് 50 ടൺ ആഹാരം ഒരു നേരം കൊടുക്കുന്ന ദൈവം. ഇവിടെ അർദ്ധരാത്രി ഒരു മനുഷ്യന് അവൻ 50 ടണ്ണും വേണ്ട, 5 ടണ്ണും വേണ്ട, അവന് 2 അപ്പം കിട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതില്ലാത്തൊരു അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. 2 അപ്പം എടുക്കാൻ നിവർത്തിയില്ലാത്തൊരു അർദ്ധരാത്രിയെ ഒരു മനുഷ്യൻ അഭിമുഖീകരിച്ചിട്ട് ആ മനുഷ്യൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതി വീട് വിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് ഈ സ്നേഹിതന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അർദ്ധരാത്രി വന്നിരിക്കുക. നമ്മളാരും അർദ്ധരാത്രിയിലെങ്ങും വിസിറ്റ് ചെയ്യാറില്ല. പക്ഷെ ഇവന്റെ ആവശ്യം അത്ര വലുതായതുകൊണ്ട് പ്രാർത്ഥിക്കണേ. നമ്മളൊക്കെ 9 മണിക്ക് മുമ്പ് തന്നെ ആഹാരം കഴിച്ചിട്ട് മൊബൈൽ ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നവരാ. കാരണം ഡോക്ടർ പറഞ്ഞായിരുന്നു 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചു നേരത്തെ ഉറങ്ങുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ 8 പറഞ്ഞെങ്കിൽ 9 ഉറങ്ങി നമ്മൾ ആശ്വസിക്കുന്നവരാ. പക്ഷെ ഇവൻ ഉറക്കം വരുന്നില്ല. നമുക്കും അങ്ങനെ ഉറക്കം വരാത്ത രാത്രി ഉണ്ടായിരുന്നു. അന്ന് യോഗം വെച്ചാൽ 9 മണിക്ക് മുമ്പ് ഇവിടെ വരുമായിരുന്നു. അന്ന് വീട്ടു പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ വരുമായിരുന്നു. അന്ന് കൈയടിക്കാനൊന്നും പറയണ്ടായിരുന്നു. കാരണം ഉറക്കം വരത്തില്ലായിരുന്നു. ഉറങ്ങാനൊക്കാത്ത എല്ലാം കൈയടിച്ച് തീർക്കുമായിരുന്നു. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഉറക്കം വരുന്നത് ഉറങ്ങാനുള്ള സുഖം ദൈവം തന്നത് കൊണ്ടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഞാനെന്നാ ഓർപ്പിക്കണം, നീ ഉറങ്ങി ഉണർന്ന് സുഖിച്ചപ്പോൾ ഉറങ്ങാത്ത ഒരു മനുഷ്യൻ എന്താണെന്നറിയാമോ അവന്റെ പ്രശ്നം? അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ നാളെ എങ്ങനെ കെട്ടിച്ചയക്കുമെന്നല്ല, ഇന്ന് രാത്രി എൻ്റെ വയറ് എങ്ങനെ ഒന്ന് നിറച്ച് ഹല്ലേലൂയ ഒരു ആഹാരം കഴിക്കുമെന്ന് ഓർത്തവൻ അർദ്ധരാത്രിയിൽ ഇറങ്ങി സ്നേഹിതന്റെ വീട്ടിൽ വന്നപ്പോൾ അവനെക്കാട്ടി ദാരിദ്ര്യമായി ഇവന്റെ വീട്ടിൽ. ഹലോ, എടാ വല്ല ഉള്ളവൻ്റെ വീട്ടിൽ ചെല്ലേണ്ടിന്. ഇവൻ അങ്ങനെയുള്ള സ്നേഹിതന്മാരില്ല. ഇവനാകെ ഉള്ളത് ഇവനെക്കാട്ടി ഗതികെട്ടവനാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ഗതികെട്ടവൻ മറ്റൊരു ഗതികെട്ടവന്റെ വീട്ടിൽ രാത്രി വന്നു. പക്ഷെ അവൻ പഞ്ഞം പറയാത്തവനാ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, ഇവന്റെ വീട്ടിൽ ഒന്നുമില്ല. ഇല്ലാത്തവന്റെ വീട്ടിൽ ഇല്ലാത്തവൻ വന്നേക്ക് അർദ്ധരാത്രി. പക്ഷേ അവൻ പറഞ്ഞില്ല, എടാ ഉവേ ഒന്നും വിളിച്ചിട്ട് വരത്തില്ലായിരുന്നോ? ഞാൻ എന്തുവേലും ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ? എടാ ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഇല്ലക്കം പറഞ്ഞില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മൾ ഉണ്ടായിട്ടും ഇല്ലക്കം പറയുന്നവരാ. എന്താ ഇല്ലക്കം പറയുന്നത്? എന്നാ ബ്രദറെ യോഗത്തിന് വരാഞ്ഞ്? തീരെ സൗഖ്യമില്ലായിരുന്നു പാസ്റ്ററെ. എന്തായിരുന്നു അസുഖം? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, സൗഖ്യമില്ലായിരുന്നു എന്നേ ഉള്ളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം രാവിലെ പുള്ളിക്ക് 6 കൊടുത്തുകൊണ്ട് ഇട്ടിയപ്പോൾ 6 കൂടെ പോകുന്നു. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. യോഗത്തിന് വരാൻ മാത്രം ഇല്ലായിക, ഉണ്ടായിട്ടും ഇല്ലായിക പറഞ്ഞ ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. കൈപൊക്കൊന്നും വേണ്ട, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ഈ അപ്പം ഇല്ലെന്ന് മാത്രമല്ല, പണമില്ലെന്ന് മാത്രമല്ല, ഒന്നുമില്ലെന്ന് പറയുന്ന ചിലതുണ്ട്. ഇന്ന് രാവിലെ നീ ഓർത്തോണം നിന്റെ ദൈവം ആരാന്ന്. എടാ 50 ടൺ ആഹാരം ഒരു തിമിംഗലത്തിന് കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്. ഇന്ന് വരെ അത് ശൂന്യമായിട്ടില്ലെങ്കിൽ എല്ലാം ഉള്ളവനാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്ന അറിയുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ടെന്ന് വിശ്വസിച്ച് ഇന്ന് രാവിലെ എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? അപ്പൊ ഇവൻ പറഞ്ഞു, ബ്രദറെ
അർദ്ധരാത്രിയാണല്ലോ എൻ്റെ വീട്ടിലൊന്ന് വന്നല്ലോ, ഒത്തിരി സന്തോഷം, നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഞാൻ ഇരിക്കുകയായിരുന്നു. ഓക്കെ, നീ വന്നല്ലോ, ഒരു മിനിറ്റ് നീ ഇരിക്കും, ഞാനിപ്പോൾ വരാം കേട്ടോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുള്ളി പുറകെ കൂടെ ഇറങ്ങി ഒരു പോക്ക് പോയി. പുള്ളി എവിടെ പോവാന്ന് പോലും ഇവനോട് പറഞ്ഞില്ല. അവനിങ്ങനെ വരും, ഇപ്പം മുറി പോയ പുള്ളി ഇപ്പം വരും വരും വരുമെന്ന് പറഞ്ഞിരിക്കുക. വിളിക്കാൻ ഫോണില്ല, ഫോൺ നമ്പറില്ല. സ്തോത്രം. ഒരു അപരിചിതമായ വീട്ടിൽ വന്നിരിക്കുകയാണ്. പുള്ളിക്ക് വിശപ്പുകൊണ്ട് ഉറക്കം വരുന്നില്ല, അർദ്ധരാത്രി സമയമാണ്. പക്ഷെ ഇവൻ പുറകെ കൂടെ ഇറങ്ങിയിട്ട് ഒറ്റ പോക്ക് പോയത്, എൻ്റെ വീട്ടിലില്ലെങ്കിലും ഈ നീലത്തിമിങ്ങലത്തെ വരെ പോറ്റുന്നൊരു സ്നേഹിതൻ എനിക്കുണ്ട്. സ്തോത്രം പറഞ്ഞില്ല. ഒറ്റ വായിക്കകത്ത് 50 ടൺ ഇട്ട് കൊടുക്കാൻ കഴിവുള്ളൊരു സ്നേഹിതൻ എനിക്ക് ഉണ്ട്. അവനെ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ ഇന്ന് രാത്രി ഇവൻ ഇവിടെ ഇരിക്കുമ്പോൾ അവന് വേണ്ടി അവിടെ പോകുകയാണ്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ വീട്ടിൽ വന്ന ഒന്നുമില്ലാത്ത ദാരിദ്ര്യമുള്ള ഇവന് വേണ്ടി ഞാൻ ഈ രാത്രി ഉള്ള സ്നേഹിതന്റെ അടുക്കൽ പോകുകയാണ്. ഈ പകൽ നീ ഉള്ളവന്റെ അടുക്കൽ പോയി വാതിലിന് മുട്ട്. അവൻ നിന്നെ കൈവിടത്തിൽ. അവൻ ഉണർന്നാൽ നിന്റെ പ്രശ്നം ഈ പകൽ പരിഹരിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നീ ഒന്ന് ഉണർത്താൻ തയ്യാറായാൽ ഇവന്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ആ സ്നേഹിതന്റെ വീടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വഴിയെ പോയാൽ പട്ടി കടിക്കുമോ പാമ്പ് കടിക്കുമോ വണ്ടി ഇടിക്കുമോ ഇതൊന്നും ഇവൻ ഓർത്തില്ല. ഇവന് മറ്റൊന്നുമില്ല. ഈ അർദ്ധരാത്രിയിൽ കരയുന്നവന് വേണ്ടി കൊടുക്കാൻ എൻ്റെ പക്കലൊന്നുമില്ലെങ്കിലും ഉള്ളൊരു സ്നേഹിതൻ എനിക്കുണ്ട്. അവൻ അവൻ്റെ അടുക്കിലേക്ക് രാത്രി പോവുകയാണ്. പ്രിയരെ, അർദ്ധരാത്രിയിൽ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരുത്തനുണ്ട്. നീ വല്ലോന്റെ വീട്ടിൽ പോയി വായ്പ മേടിച്ച പ്രശ്നം തീരത്തില്ല. നീ പലിശ കൊടുത്ത് നശിക്കത്തേ ഉള്ളൂ. നീ വല്ലയിടത്തും പോയി ഗുണമില്ലാത്തവനടുക്കെന്ന് അല്ല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നീ അർദ്ധരാത്രി ഒന്ന് ഉപയോഗിച്ചേ. ജീവിതത്തിന്റെ അർദ്ധരാത്രി നിനക്ക് വന്നത് അർദ്ധരാത്രിയിൽ തരുന്ന ഒരു സ്നേഹിതൻ ഉണ്ടെന്ന് നിന്നെ പഠിപ്പിക്കാനാ. പ്രാർത്ഥിച്ചോണ്ട് രാത്രി പകൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. എന്തിനാ നിനക്ക് ഞെരുക്കം വന്നതെന്നറിയാമോ? നിനക്ക് അപ്പമില്ലാതെ വന്നതെന്നറിയാമോ? അർദ്ധരാത്രിയിൽ പ്രവർത്തിക്കുന്ന ഇന്ന് പകൽ ജീവിതത്തിന്റെ അർദ്ധരാത്രികൾ മുൻപോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ഒരു കയറേൽ ജീവിതം ഒഴുക്കണമെന്ന് ആഗ്രഹിച്ച് വഴിയടഞ്ഞ് നിനക്ക് വേണ്ടി ഈ പകൽ ദൈവാത്മാവ് പ്രവചിച്ചു പറയുകയാ. അർദ്ധരാത്രിയെ സഹായിക്കുന്ന പുണ്യസ്ഥലം ഒന്നും നീ സന്ദർശിക്കണ്ട. നീ നേർച്ചയും കാഴ്ച ഒന്നും നടത്തണ്ട. നീ ഒന്ന് എഴുന്നേറ്റ് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വീട്ടിൽ വന്ന സ്നേഹിതൻ പോലും അറിയരുത് നീ എവിടെ പോവാണെന്ന്. സ്വതന്ത്രം പറഞ്ഞില്ല. നിന്റെ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് വന്നിരിക്കുന്ന സ്നേഹിതൻ പോലും നീ അറിയരുത് നീ രാത്രി എവിടെ പോവാണെന്ന്. നിന്റെ ഭാര്യ അറിയണ്ട, നിന്റെ ഭർത്താവ് അറിയണ്ട, നിന്റെ മക്കൾ അറിയണ്ട, നിന്റെ പാസ്റ്റർ അറിയണ്ട. നീ അർദ്ധരാത്രി ഒന്ന് എഴുന്നേറ്റിട്ട് തുറന്നു തരാൻ കഴിവുള്ളവന്റെ വാതുക്ക വരെ ഒന്ന് നടന്ന് പതുക്കെ ചെന്നേ. ഹല്ലേലൂയ. ആ വാതിൽ നിന്ന് മുട്ടിക്കുക. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് പറയുന്നു, തുറക്കാത്ത ചില വാതിൽ നിന്റെ മുമ്പിലുണ്ട്. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. അടഞ്ഞു കിടക്കുന്ന സ്നേഹിതന്റെ വാതിൽ നിനക്ക് വേണ്ടി ഓപ്പൺ ആകുന്നത് വരെ കുടിവെള്ളം വേണമെങ്കിലും നീ തരുന്ന ദൈവത്തിൻ്റെ അടുക്ക പോകണം. നമുക്കറിയാം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത വാക്യം.
ആ എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ആ നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. ആ അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, ആ അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈനികന്റെ യഹോവയാണ്. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ആ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. ആ എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വെള്ളമില്ലെങ്കിൽ കലവും കുടവൊക്കെ അല്ലേ കൊണ്ടുവരണ്ടേ? ഹലോ, എല്ലാവരും ഇവിടെ ആണോ? ഇവിടെ ഇപ്പൊ പ്രശ്നം എന്തുവാ? വെള്ളമില്ല. വെള്ളമില്ലാത്തതിന് കൊണ്ടുവരേണ്ടത് കലമോ കുടവോ വല്ലോ അല്ലേ? ആണോ? ആന്ന്. പക്ഷെ ഇപ്പം ദൈവദാസൻ പറയാണ് വീണക്കാരനെ വരുത്താൻ. നീ ഇവിടെ വന്നൊരു അല്ലേലിയ പോലും പറയാതെ ഇങ്ങനെ ചാരി ഇരുന്ന് പോകാൻ വന്നതല്ലേ? നിന്റെ ക്ഷാമം മാറത്തില്ല, നിനക്ക് വെള്ളവും കിട്ടത്തില്ല. പക്ഷെ നീ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന പോലെ വീണ വായിക്കേ. നീ വീണ വായിച്ചാൽ ഉറവ തുറക്കും. അതിന് കാറ്റ് വേണ്ട, അതിന് കാറ്റ് വേണ്ട, അതിന് മഴ വേണ്ട. വീണ വായിക്കാൻ പഠിച്ചാൽ മതി. കാട്ടി വീണ വായിച്ചവനെ രാജാവാക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, അഭിഷക്തൻ പറഞ്ഞ് ഈ പ്രതിസന്ധി മാറണമെങ്കിൽ നീ ഹോളി വന്ന് വായിക്കോട്ട വിട്ടിരുന്നിട്ട് കാര്യമില്ല. നീ വീണ വായിക്കണം. സന്തോഷമുള്ളവര് മാത്രം ഈ രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഓ ഹല്ലേലൂയ. എന്റെ പൊന്നു കൂടപ്പറപ്പെ, പേര് വെട്ടാതിരിക്കാൻ പുറകെ വന്ന് ചാരി ഇരുന്നിട്ട് പോകരുത്. ഇന്ന് രാവിലെ വന്നെങ്കിൽ നിന്റെ ക്ഷാമം മാറാൻ, 7 ദിവസമായി നീ അനുഭവിക്കുന്ന ഈ കൊടിയ ക്ഷാമം മാറാൻ 2 മാർഗമില്ല. നിന്റെ മുഖത്തെ ആദരിച്ചു ദൈവം പറയുന്നു, നീ കുഴി വെട്ടുന്നതിന് മുമ്പ് വീണ വായിക്ക്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മരുഭൂമി കുഴികളെ വെട്ടുന്നതിന് മുമ്പേ നീ ഒന്ന് ദൈവത്തെ ആരാധിച്ചേ. ഈ പകൽ നീ ദൈവത്തെ ആരാധിച്ചാൽ കാറ്റ് കാണണ്ട, മഴ കാണണ്ട, നീ കുഴിക്കുന്ന കുഴികളെ നിറയ്ക്കാൻ. ഓ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാം. ആരോടൊക്കെയോ ശക്തമായി ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ഇടപെടുകയാ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂത് അവസാനിക്കും മുമ്പേ നീ കുടിച്ച കുഴിയിൽ വെള്ളം നിറയണം. ഈ ദൂത് അവസാനിക്കും മുമ്പേ നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിൽ അകത്തിരിക്കുന്ന സ്നേഹിതൻ തുറക്കണം. ഞാനത് ആത്മാവിൽ വെളിപ്പാടി കാണുകയാണ്. നിന്റെ മുമ്പിൽ അടഞ്ഞു പോയ ചില കഥകളെ ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പിൽ മലർക്ക തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ഓ റബല മനഗദുര ബക്ഷ സൈഡേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബില്ലിച്ചാൻ്റെ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളൊക്കെ അന്നേരം അത് എത്ര പേരെ ഏറ്റെടുക്കാൻ അറിയത്തില്ല. നട്ടുച്ചയ്ക്ക് നശിപ്പിക്കുന്ന, പകൽ പറക്കുന്ന, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ചിലതിനെ നീ ആത്മാവിൽ കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു 2 സെക്കൻഡൂടെ കഴിഞ്ഞിട്ട് ആ JCBയുടെ കൈ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. 2 സെക്കൻഡ്. ആ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിനകത്തുള്ള 1 മിനിറ്റിനകത്ത് ആ പകൽ പറക്കുന്ന അസ്ത്രം വന്ന് കൊണ്ടുപോയി. ആ ദുഃഖം തീരുന്നതിന് മുമ്പേ അടുത്തത് പോയി, അത് തീരും മുമ്പേ അടുത്തത് പോകും. നിനക്ക് ദൂത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നീ ഇന്ന് പകൽ കേട്ടിരുന്ന് വെച്ച് മാർക്കിട്ട് പോകല്ലേ. നീ വീണ വായിക്കണം. യുദ്ധത്തിന് വന്ന രാജാവിന്റെ കയ്യിൽ വീണയുണ്ടോ? ഓ, സുഡബൽ ഖമനാദരാജല റൗഡാരമന അർഥുരാദകലേ റൗഷപ്രമനാദര. ഹല്ലേലൂയ. എടാ, യുദ്ധത്തിന് മടിയും ആളും കുന്തവും തോക്കും കുതിരയുമൊക്കെ ആയിട്ട് പോകേണ്ടവരോട് ഇപ്പം ദൈവദാസൻ പറയാണ്, എൻ്റെ അടുക്ക വന്നത് നന്നായി, നിന്നെ 2 ഞാൻ ആദരിക്കത്തില്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്ന യഹോശാഫാത്ത് കൂടെ വന്നതുകൊണ്ട് അവനെ ആദരിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ പോകണം. ദൂത് പറയണതിന് മുമ്പ് ഒരു ആരാധന വെളിപ്പെടണം.
ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ശൗലിന് ദുരാത്മാവ് കയറിയാലും വീണ വായിക്കുന്നവൻ വരണം, അല്ലെങ്കിൽ ദേശത്ത് വെള്ളം പറ്റിയാലും വീണ വായിക്കുന്നവൻ വരണം. നിന്റെ ഇന്നത്തെ പ്രതിസന്ധി മാറണമെങ്കിൽ സഭയ്ക്കകത്ത് ആരാധന ഉയരണം. ആരാധന ഭവനത്തിൽ ഉയർന്നാൽ, ആരാധന സഭയിൽ ഉയർന്നാൽ, വീണവായന വെളിപ്പെട്ടാൽ ക്ഷാമം മാറും. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വീട്ടിൽ വന്ന ദാരിദ്ര്യം, ഒരു നേരത്തെ ഒരപ്പത്തിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്നേഹിതനെ സഹായിക്കാൻ ഇരുട്ടിനെ ഭയപ്പെടാതെ അർദ്ധരാത്രിയുടെ കൂരിരുട്ടിന്റെ മറവിൽ നടന്ന് ഒരു വാതുക്കൽ വന്ന് കിടന്ന് മുട്ടുകയാ. യജമാനനെ തുറക്കണം, തുറന്നേ മതിയാകൂ. നീ തുറന്നില്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ മരിക്കും. എൻ്റെ സ്നേഹിതൻ്റെ മരണം കാണാൻ എനിക്ക് വയ്യ. അവനാകെ മാനസികമായി തകർന്നവനാ, അവൻ ശാരീരികമായി ബലഹീനനാ, അവൻ കടഭാരത്താൽ ഞെരുങ്ങുന്നവനാ, അവൻ ജീവിതം ഒടുക്കാൻ കൊതിക്കുന്നവനാ. അവന് വേണ്ടി മധ്യസ്ഥ അണിക്കാൻ ഉലകത്തിലാരുമില്ല. ഞാൻ ഈ രാത്രി അവന് വേണ്ടി വന്നിരിക്കുകയാ. നീ തുറന്നില്ലെങ്കിൽ ഈ രാത്രി നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ. നീ തുറന്നില്ലെങ്കിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, ഇന്ന് രാവിലെ തുറക്കുന്നത് വരെ മുട്ടാൻ ആരോടൊക്കെയോ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീ തുറന്നില്ലെങ്കിൽ ഇവൻ പോയേക്കുന്നതിന്റെ ഗൗരവം മനസ്സിലായോ? ഈ രാത്രിയിൽ ഞാൻ അവന് വേണ്ടി മധ്യസ്ഥ അണച്ചില്ലെങ്കിൽ എനിക്കൊരു സ്നേഹിതനില്ലാതാവും. ഹലോ, നാളെ നേരം പുലരുമ്പോൾ അവൻ കാണണമെന്നില്ല. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വളരെ മാനസിക പിരിമുറുക്കത്തിലാണ്. അവൻ്റെ അഭിമാനം അവനെ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കുന്നില്ല. പക്ഷേ എനിക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അവൻ വന്ന് യജമാനൻ്റെ വാതുക്ക മുട്ടുകയാണ്. ഒരു പ്രതികരണമില്ല. സമയം അർദ്ധരാത്രിയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ദേഷ്യപ്പെട്ടൊരു വാക്ക്, ആരാ? എന്തിനാ രാത്രി എന്നെ ശല്യപ്പെടുത്തുന്നേ? എൻ്റെ പിള്ളേരെൻ്റെ കൂടെ കിടക്കുന്നു, എന്താ നിങ്ങളുടെ ആവശ്യം? അവൻ പറഞ്ഞു, ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം, എനിക്ക് വേണ്ടിയല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. എൻ്റെ ഒരു കാര്യം പറയാൻ വന്നതല്ല. എനിക്ക് അത്യാവശ്യം ദൈവം ഇന്ന് രാത്രി വരെ ജീവിക്കാനുള്ളതെല്ലാം തന്നു. എനിക്കൊരു സങ്കടവും പരാതിയില്ല. പക്ഷെ ഞാനിപ്പം വന്നത്, ഈ രാത്രി യജമാനൻ സഹായിച്ചില്ലെങ്കിൽ തകരുന്നൊരു കുടുംബമുണ്ട്. ഈ രാത്രി യജമാനൻ സഹായിച്ചില്ലെങ്കിൽ നശിക്കുന്നൊരു ഭവനമുണ്ട്. ഞാൻ അവന് വേണ്ടി മാത്രം വന്നതാണ്. എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട. ഒരു 3 അപ്പം ഒരല്ലടി പറഞ്ഞേ. ഇന്ന് രാത്രി നീ ആർക്കേലും വേണ്ടി ഈ പകലൊന്ന് മധ്യസ്ഥ അണയ്ക്കാൻ കഴിയുമോ? ചില കുടുംബങ്ങൾ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്, ഈ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചാ വന്നേക്കുന്നേ. പക്ഷെ നീ കണ്ടിട്ട് മുഖം പോലും കൊടുക്കാതെ, കൈ കൊടുക്കാതെ, എന്തോ ദേഷ്യഭാവത്തോടെ നീ പോകുമ്പോൾ അവൻ്റെ ഉള്ളം തകരുകയാ. ഇന്ന് രാവിലെ നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അർദ്ധരാത്രിയുടെ ഭീകരതയിൽ നിൽക്കുന്ന ചിലതിനെ രക്ഷിക്കാൻ വിശ്വസിക്കുന്നവരെ മാത്രമേ ഈ പകൽ ആരാധിക്കാവുള്ളൂ. തകർന്ന് നിൽക്കുന്ന ചിലതിനെ സഹായിപ്പാൻ നമ്മളായിരുന്നേ പറഞ്ഞേനെ, എൻ്റെ സ്നേഹിത, നീ എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ആണെങ്കിലും വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നോക്കൂ. ഹലോ, നമുക്കറിയാവുന്ന പഴഞ്ചൊല്ല് വേറെ ആർക്കും അറിയാവുന്ന? വെള്ളം ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യായിരുന്നു? മുങ്ങായിരുന്നു. വെള്ളം ഇല്ലാത്തടത്ത് ഒറ്റ വാക്കേ മറുപടി എല്ലാം തീർന്നു. ഇവൻ വെള്ളമില്ലെന്നും പറഞ്ഞില്ല, ചോറില്ലെന്നും പറഞ്ഞില്ല, ഇവൻ ഒറ്റ പോക്കാണ്. ഇവൻ പോയിട്ട് ഉണരുന്നത് വരെ മുട്ടി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം 6 മാസം ഉറങ്ങുകയും 6 മാസം തിന്നുകയും ചെയ്യുന്ന കുംഭകർണനൊന്നും അല്ല കേട്ടോ. വിളിപ്പുറത്തുണരുന്നവനാ.
ഓ, ഞാൻ ദൈവത്തെ ഇപ്പോൾ സ്തുതിക്കുകയാ. നിന്റെ ദൈവം ഭക്തൻ വിളിക്കുന്ന സമയത്ത് ഉണരുന്നവനായ ദൈവമാ. അല്ലെങ്കിൽ അതിനുവേണ്ടി നീ ആലയത്തിൽ വന്നില്ലെങ്കിൽ, നീ അങ്ങ് സമുദ്രത്തിന്റെ അറ്റത്ത് പോയായിരിക്കുന്നതെങ്കിൽ, നീ അങ്ങ് ആകാശത്ത് കിളിക്കൂട് വെച്ചായിരിക്കുന്നതെങ്കിൽ, അവിടെ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവര് നിന്നെ ഉള്ളതുപോലെ അറിയുന്ന. നോക്കിക്കേ, അകത്തുനിന്ന് ഒരു ചോദ്യത്തിന് 4 തടസ്സം പറഞ്ഞു. ഒരു ചോദ്യം. എന്തുവാ ചോദ്യം? വസ്തു മേടിക്കാൻ കാശ് തരണമെന്നല്ല, ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പൈസ തരണമെന്നല്ല, കൊച്ചിനെ നേഴ്സിങ്ങിന് വിടാൻ കാശ് തരണമെന്നല്ല, 3 അപ്പം വേണം. എന്തോ ചെറിയൊരു സില്ലി മാറ്ററാണ്. ഒരു ചെറിയ വിഷയത്തിനകത്ത് കിടക്കുന്നവൻ പറയുകയാണ് എഴുന്നേറ്റ് തരാൻ കഴിയത്തില്ല. ഹലോ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി. എഴുന്നേറ്റ് തരാൻ മനഃപൂർവ്വമല്ല, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കും, ഞാൻ എഴുന്നേറ്റ് അവർ ഉണരും. 2, അർദ്ധരാത്രിയാണ്. 3, വാതിലടച്ചേക്കുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. യേശു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, നിന്റെ ചെറിയ സില്ലി മാറ്ററിന് പോലും കൈ കിട്ടാൻ കുറഞ്ഞത് ഒരു 4 തടസ്സമുണ്ട്. നീ അർദ്ധരാത്രി കൊതുക് കടിച്ചാന്ന് പറഞ്ഞ് പുതപ്പൊന്നോടെ വലിച്ചിട്ട് ഫാനിൻ്റെ സ്പീഡ് കൂട്ടി കിടക്കാനല്ല പറഞ്ഞ്, അർദ്ധരാത്രി നീ എഴുന്നേൽക്കണം. എന്നിട്ട് എന്നെ അസഖ്യപ്പെടുത്തതെന്ന് പറയുന്നവനെ നീ ഉണർത്തണം. ആ മുട്ട ഹല്ലേലൂയ. അതാ യേശു പറഞ്ഞ, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, മുട്ടുന്നവനെ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ പറഞ്ഞേരെ, ഹല്ലേലൂയ. അപ്പൊ ഒന്നിവൻ അർദ്ധരാത്രി തരാൻ അറിയാവുന്ന സ്നേഹിതനെ അന്വേഷിച്ചവൻ കണ്ടെത്തി. അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തിയവന്റെ വാതിൽ തുറക്കുന്നത് വരെ മുട്ടിയവനോട് യാചിച്ചു രാത്രിയിലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ തടസ്സങ്ങളെ മാറ്റി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ 3 അപ്പം ഇങ്ങനെ എണ്ണി, തുപ്പല് കൊണ്ട് എണ്ണി, അങ്ങനെ ഞെക്കി, അങ്ങനെ കൊടുത്ത് വേണ്ടുവോളം കൊടുത്തു. ഇന്ന് രാവിലെ ഹല്ലേലൂയ, 50 ടൺ ആഹാരം മത്സ്യത്തിന് കൊടുക്കുന്നവനെ എഴുന്നേൽപ്പിച്ചേക്കുന്നത് അവൻ വേണ്ടുവോളം കൊടുത്തെങ്കിൽ, ഇന്ന് രാവിലെ നിന്റെ ശൂന്യത മാറ്റുന്ന, നിന്റെ കുടുംബത്തിന്റെ ഇല്ലായ്മ മാറ്റുന്ന, നിന്റെ തകർച്ച മാറ്റുന്ന, വേണ്ടുവോളം തരുന്ന. ഞാന് കൊച്ചു കടയൊക്കെ നടത്തിയ ഒരു കാലഘട്ടമാണ്. അപ്പം ഞായറാഴ്ച ഒരു 11:30-12 ആകുമ്പോൾ പള്ളി പിരി. അന്നേരം ഓടി വന്ന് ചോറിനാൻ പോവല്ല, ആദ്യം വന്ന് കട തുറക്കും. കാരണം ഇച്ചിരി പൈസ കൂടുതൽ കച്ചവടം കിട്ടുന്ന ദിവസം ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ അന്ന് ഈ ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്ന സഹോദരിമാരെ പോലെ ഞാൻ അന്ന് നേരത്തെ വന്ന് കട തുറക്കും. സ്തോത്രം. മറ്റുള്ള പലരും കട അടച്ചിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്, തുറന്നിരിക്കുന്ന എൻ്റെ കടയിൽ നല്ല കച്ചവടം കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എത്ര വിറ്റിട്ടും ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ഞാൻ വായ്പ മേടിക്കണം. അവിടുന്ന് ഒരു 20,000, അവിടുന്ന് ഒരു 50,000, അവിടുന്ന് ഒരു 30,000. ഇവർക്കെല്ലാം പലിശ കൊടുക്കണം. പലിശയും കൊടുത്തു കഴിഞ്ഞ് ശനിയാഴ്ച വരുമ്പോൾ ഞാനൊരു കടക്കാരനുമാകും, ഒരു പൈസയും മിച്ചമില്ല. 24 മണിക്കൂർ അധ്വാനിച്ചല്ല ഒരു മിച്ചമില്ല. സ്തോത്രം. അങ്ങനെ ഏതാണ്ടെല്ലാം ഉണ്ടായി, ഏതല്ലാണ്ടെല്ലാം ഉണ്ടാക്കി. എല്ലാം ഒരു ദിവസം അങ്ങ് പോയി. 1.5 ഏക്കർ തോട്ടം പോയി, ഒരു ജീപ്പ് പോയി, 5.5 പവൻ്റെ മാല പോയി, ഏതാണ്ട് 2-2.5 ടൺ ഉണ്ടായിരുന്ന കുരുമുളക് മൊത്തം പോയി. എല്ലാം തീർന്ന് ഭയങ്കര രൂപയുടെ കടമായി. നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഈ തോട്ടം വിറ്റിട്ടും വണ്ടി വിറ്റിട്ടും കടം വീടാഞ്ഞോ പറഞ്ഞു, അച്ഛൻ തന്ന ചെമ്പുകലവും കുട്ടകലവും ഒക്കെ വീട്ടിയിരിപ്പില്ല, അതേലും തൂക്കി വിറ്റ് പൈസ തരാൻ പറഞ്ഞു. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഞായറാഴ്ച ഉണ്ടാക്കിയതെല്ലാം കൂടെ ഒരു ദിവസം പോയി. നീ ഞായറാഴ്ച ഒന്നും ഉണ്ടാക്കാൻ പോകല്ലേ. നീ ഞായറാഴ്ച ഇവൻ്റെ വാതക്ക് വന്ന് മുട്ട്. നീ ഞായറാഴ്ച അവൻ്റെ പറഞ്ഞ 6 ദിവസം നീ വേല ചെയ്യും, പക്ഷെ 7ാമത്തെ ദിവസം നീ സ്വസ്ഥനാകണം. സ്വസ്ഥനായിട്ട് സ്വസ്ഥതയോടെ വന്ന് ഇവൻ്റെ വാതൊക്കെ ഇങ്ങനെ മുട്ടുമ്പോൾ പിണ്ണാകാരം മുതൽ നിന്നെ അറിയാവുന്നവൻ, നീ അങ്ങ് ശൂന്യതയിലിരുന്നപ്പോൾ, ഭൂമിയുടെ അധോഭാഗത്തൊന്നും അല്ലാതിരുന്നപ്പോൾ നിന്നെ കണ്ടവൻ ഇവിടെ മുട്ടിയാൽ വേണ്ടുവോളം തരുന്നൊരു ദൈവമുണ്ട് എന്ന് ഞാൻ ഈ ഞായറാഴ്ച പരിപാടി നിർത്തി എന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയോ അന്ന് എൻ്റെ ശുഭത ആരംഭിച്ചു. ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിനകത്ത് നന്മ വെളിപ്പെടണമെങ്കിൽ നീ വീണക്കാരനെ വരുത്ത്.
ഇന്ന് രാവിലെ വന്ന വരൾച്ച മാറാൻ, നീയും കൂടെ വന്ന രാജാക്കന്മാരും മരുഭൂമിയിൽ വരണ്ട് തകരാതിരിക്കാൻ വീണ വായിക്ക്. വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ എഴുന്നേറ്റ് 2-3 നില വേണ്ടുവോളം കൊടുത്തു എന്ന് പറഞ്ഞാൽ ചോദിച്ചവനും കിട്ടി, വീട്ടിൽ വന്നവനും കിട്ടി, ഉറങ്ങിക്കിടന്ന പിള്ളേർക്കും കിട്ടി. ഒരു സ്വത്രം പറഞ്ഞേ, അയ്യോ എൻ്റെ പിള്ളേർക്ക് വേണ്ടി നീ ഇങ്ങനെ രാപകൽ ദൈവത്തെ ആരാധിക്കാതെ അധ്വാനിക്കൊന്നും വേണ്ട കേട്ടോ, അതെല്ലാം വട്ടപൂജ്യമായിട്ട് പോകും. പിള്ളേർക്കല്ല, ഇവൻ ചോദിച്ചില്ല, എൻ്റെ പിള്ളേർക്ക് ആഹാരം തരാൻ പറഞ്ഞില്ല, എൻ്റെ ഭാര്യയ്ക്ക് ആഹാരം തരാൻ പറഞ്ഞില്ല. ഇവനാകെ സ്നേഹിതന് വേണ്ടിയേ ചോദിച്ചുള്ളൂ. സ്നേഹിതന് വേണ്ടി ചോദിച്ചപ്പോൾ അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ പിള്ളേർക്കും എല്ലാം കൂടെ ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി എല്ലാവർക്കും കൂടെ അവരുറങ്ങി, പിള്ളേർ ഉറങ്ങിക്കോട്ടെ, രാവിലെ ക്ലാസ് ഉള്ളല്ലേ, അവരെ നീ ശല്യപ്പെടുത്തണം, നീ ഒന്ന് മുട്ടിക്കേ. ഹല്ലേലൂയ. ആരുടെ മുമ്പിൽ? ഒരു നേരത്തെ 50 ടൺ കൊഞ്ച് നീലത്തിമിംഗലത്തിന് പൈസ മേടിക്കാതെ കൊടുക്കുന്ന, അതിൻ്റെ കുഞ്ഞിന് 600 ലിറ്റർ പാല് കൊടുക്കുന്ന. സ്തോത്രം പറയണം. നിനക്കാകെ 2 അപ്പം മതിയല്ലോ. ഹലോ, നിനക്കൊരു കൊച്ചിനെ കെട്ടിച്ചാൽ മതിയല്ലോ, നിനക്കൊരു വീട് പണിതാൽ മതിയല്ലോ. ഒരു നേരത്തെ തിമിംഗലത്തിൻ്റെ ആഹാരമുണ്ടെങ്കിൽ നിനക്ക് 50 വീട് വെക്കാം. ഈ ദൈവം ആരാന്ന് മനസ്സിലായോ? മിണ്ടുന്നില്ല. പ്രൈസലോ. നീ വണ്ടി ഇരിക്കുമ്പോൾ 50 പൈസ എറിഞ്ഞു കൊടുക്കുന്ന കുരിശുമൂട്ടിയിരിക്കുന്ന ദൈവമല്ല ഞാൻ പ്രസംഗിക്കുന്നേ. നിന്റെ പിച്ചക്കാശ് മേടിക്കാൻ വേണ്ടി പെട്ടി തുറന്നിരിക്കുന്ന ആളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നേ. നീ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നാൽ, നീ കടലിന്റെ അടിയിൽ ചെന്നാൽ, നീ ആകാശത്തിന് മേളിൽ ചെന്നാൽ, കൂരിട്ട് പോലും അവന് മറവല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ കരയുന്നവന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന്. പോരാ, ഇന്ന് പകൽ നീ ആരാധിശയം എടുക്കണം. ഹല്ലേലൂയ. ചില ഉറവകൾ നിനക്ക് വേണ്ടി ഒഴുകി വരിക. ഏദോമിൽ നിന്ന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇവര് കുഴികളെ വെട്ടി, മഴയില്ല, കാറ്റില്ല, പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏതോമിൽ നിന്ന് വെള്ളം കയറി വരുന്നു. നമ്മുടെ ഈ തോട് പഴയ ഫേമസ് തോടാണ്. മറിയക്കുട്ടി കൊലക്കേസ്, മാടത്തെരുവി കൊലക്കേസ് എന്നൊക്കെ പറയുന്ന വലിയ സംഭവം നടന്ന തോടായി പോകുന്നത്. ആ തോട്ട് ഞാൻ ഈ കരയ്ക്ക് 25 വർഷമായി താമസിക്കുക, ഇതുവരെ വെള്ളം ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. ഹലോ, അങ്ങോട്ട് സ്വീകരിക്കാതെ വന്നപ്പോൾ നികഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് പമ്പയെന്ന് വെള്ളം കയറി വന്നിട്ടില്ല. കാരണം ഇത് കയറ്റത്തായിരിക്കുന്നത്, അങ്ങോട്ടാണ് വെള്ളം പോകുന്നത്. സ്തോത്രം പറയണം. പക്ഷേ ഈ വീണ വായിച്ചവന്മാർക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത താഴെ ഏദോമിന്ന് വെള്ളം കയറി വന്നു. സ്തോത്രം പറയുന്നില്ല. നീ പ്രതീക്ഷിക്കുന്നിടത്തും നല്ല കുഞ്ഞെ മറുപടി. വീണ വായിച്ചവന് വേണ്ടി ഏദോമിന്ന് വെള്ളം കയറി വന്ന് അവരുടെ കിണറുകളെ നിറച്ചെങ്കിൽ ഇന്നവൾ പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലത്തിൽ നിന്ന് നിനക്ക് വേണ്ടി നന്മകളെ വെളിപ്പെടുത്തി നിന്റെ അർദ്ധരാത്രിയെ മാറ്റാൻ. ഹലോ, അർദ്ധരാത്രിയിലൂടെ പോകുന്ന ചിലരെ ഞാൻ ദൈവാത്മാവിൽ കാണുകയാണ്. ജീവിതത്തിന് മുമ്പിൽ ഇനിയൊരു സൂര്യൻ ഉദിക്കുമോ, ഇനിയൊരു വെളിച്ചം ഉണ്ടാകുമോ, ഇനിയൊരു വഴി തുറക്കുമോ, ഈ ശൂന്യത മാറുമോ എന്നൊക്കെ വിചാരിച്ച് നിന്റെ ഭാവിയുടെ മുമ്പിൽ നീ തന്നെ പകച്ചു നിൽക്കുമ്പോൾ, നീ തകരുന്നത് കാണാൻ അപ്പുറത്ത് നിന്റെ പ്രതിയോഗി നോക്കി നിൽക്കുമ്പോൾ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ മറുഭാഗത്ത് ആഭിചാരങ്ങൾ നടക്കുമ്പോൾ, ഇന്നുപോലെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ മറ്റാരെ നോക്കണ്ട. ഒരുപക്ഷെ അവൻ കണ്ടത്തിൽ പൂട്ടിയവനായിരിക്കും, 12 കാളയുടെ പുറകിൽ കാളയെ പൂട്ടി നടന്നവനായിരിക്കും, അവൻ കലപ്പയും കൊണ്ട് പക്ഷെ നീ അവൻ്റെ അടുക്ക ചെല്ല്. അവന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. കുഞ്ഞെ, വീണ വായിക്ക്, നീ ഒന്ന് സ്തുതിക്ക്, നീ ഒന്ന് ആരാധിക്ക്, നീ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്, നീ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്ക്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞു. പാശ കലക്കിയാണ് പണി അടച്ചത്. ഒന്നാമത്തെ വലിയ പണി അടച്ചത് പാശ കലക്കിയ, രണ്ടാമത്തെ വലിയ പണി തുടങ്ങിയത് പാശ തന്ന. ഹലോ, ലോകം കണ്ട ഏറ്റവും വലിയ പണി ബുർജ് ഖലീഫയൊന്നുമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ പണി ആകാശത്തോളം എത്തുന്ന ബാബേൽ ഗോപുരമായിരുന്നു. ബുർജ് ഖലീഫ കാണാൻ ഞാനും പോയിട്ടുണ്ട്, പക്ഷേ ദൈവം ഇറങ്ങി വന്നിട്ടൊന്നുമില്ല. എന്നാൽ ബാബേലിൻ്റെ പണി കാണാൻ ദൈവം ഇറങ്ങി വന്നു. അതെന്തൊരു പണിയാ? ഹലോ, ആകാശത്തോളം എത്തുന്ന നിമ്രോദിന്റെ കാലത്തെ ബാബേൽ ഗോപുരം കാണാൻ ആരിറങ്ങി വന്നു? പറ.
ദൈവം ഇറങ്ങി വന്നെന്ന്. അപ്പൊ എന്തോ പണിയാ? മേളിരിക്കാൻ ദൈവത്തെ ഇറക്കി കാണിക്കുന്ന പണി. പാഷ ഒന്ന് കലക്കി, പണി പൊളിഞ്ഞു. ഇന്ന് വരെ നൂർന്നിട്ടില്ല. പാഷ കലക്കിയ നിന്റെ പണി മൊത്തം പൊളി. നിങ്ങൾ സ്വോത്രം പറയുന്നില്ല. പാഷ കലങ്ങിയ പണി മൊത്തം പൊളി. യേശു പറഞ്ഞു, പക്ഷെ പൊളിഞ്ഞടത്ത് ഞാൻ എൻ്റെ സഭ പണി. സഭ പണിയുന്നതിന് മുമ്പേ നീ ഇവിടെ കാത്തിരിക്കണം, ഞാൻ പാഷ തരും. ഹലോ, ബാബേലി പൊളിഞ്ഞത് ഇവിടെ പണിയാൻ പോകുകയാണ്, പക്ഷെ ഞാൻ പാഷ തരും. അത് കിട്ടുന്നത് വരെ നീ ഇങ്ങനെ കാത്തിരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 3000, പിറ്റേ ദിവസം 5000, 5 3 8000, അങ്ങനെ വർദ്ധിപ്പിക്കുന്ന പണി ഞാൻ തരും. പക്ഷേ പാഷ ഒന്ന് ഏകോപിപ്പിക്കണം. പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന പാഷ വെളിപ്പെടണം. ഒരല്ലേലൂയ എന്ന് രാവിലെ പറയണം. വീണ വായിച്ചാൽ നിന്റെ പണി ഇന്ന് പകൽക്കാലം ദൈവം ആരംഭിക്കും. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ദൂരത്തോ ചാരത്തോ എന്നെ കേൾക്കുന്ന സ്നേഹിത, പാഷ കലങ്ങിയ നിന്റെ ഭവനത്തിൽ. ഹലോ, പറയാൻ കൊള്ളത്തില്ല. 79 വയസ്സുള്ള മുൻ കോളേജിൽ ലെക്ചറർ, പോസ്റ്റേറ്റിന് ക്യാൻസറൊക്കെ വന്നയാളാ. ഇപ്പോഴും 13 പേര് പുള്ളിയുടെ പ്രേമലിസ്റ്റിനകത്തുണ്ട്. അവർക്കെല്ലാം പുള്ളി മെസ്സേജ് അയക്കുക. 79 വയസ്സ്. 74 വയസ്സുള്ള കോളേജിലെ പ്രൊഫസറാണ് ഭാര്യ. ഇതെല്ലാം കൂടെ കണ്ട്, ഈ മൊബൈലെല്ലാം കൂടെ കണ്ടിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചേക്കുക. ഞാൻ വിചാരിച്ച് ഞെട്ടി. ഞാൻ ചോദിച്ചു, കറക്റ്റ് പ്രായം അമ്മാമ്മയ്ക്ക് സുഖമോ കറക്റ്റ് സുഖമൊന്നും ഇല്ലല്ലോ. അമ്മാമ്മയ്ക്ക് 74 വയസ്സ് തന്നെയാണോ? എനിക്ക് 74 വയസ്സ്. അച്ഛൻ 79 തന്നെയാണോ? 79. അച്ഛൻ്റെ പോസ്റ്റേറ്റിന് ക്യാൻസർ വന്ന് പറഞ്ഞ് ശരിയാണോ? ശരിയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഈ വയസ്സനാങ്കാലത്തും പുള്ളിയുടെ പരിപാടി തീർന്നിട്ടില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെ പറയേണ്ടിയിട്ട് പറയുമല്ലെങ്കിലും ആരാണ്ടോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇന്ന് എല്ലാ പണിയും നിർത്തണം. നിർത്തിയിട്ട് വീണവായനെ ആരംഭിക്കണം. നിന്റെ ശൂന്യത മാറാൻ 7 ദിവസമായി നീ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ പ്രാണനെ തകർക്കുന്നതിന് മുമ്പേ നീ മടങ്ങി വന്നിട്ട് ഇന്ന് പകൽ നീ ദൈവത്തെ ആരാധിച്ചോണം. സന്തോഷമുള്ളവർ മാത്രം ആരാധിക്കാവുള്ളൂ. എല്ലാവരും ആരാധിക്കണ്ട, എല്ലാവരും കൈയടിക്കണ്ട. പക്ഷെ ഇന്ന് പകൽക്കാലം മടങ്ങി വന്ന് നീ ദൈവത്തെ ആരാധിച്ചോണം. നിന്റെ ദൈവകൃപയില്ലാത്ത എല്ലാ പദ്ധതികൾ ഇന്ന് പകൽ നീ അവസാനിപ്പിച്ച് ദൈവത്തിന്റെ വാതിക്കൽ മുട്ട്. നിന്നെ അറിയുന്ന ഉള്ളതുപോലെ നിന്നെ അറിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. എല്ലാവരും ഒന്ന് ആരാധിച്ച് ദൈവത്തിന് ബലപ്പെട്ടെ. എല്ലാവരെയും അറിയുന്ന, നീ പറ, എന്നെ അറിയുന്ന, എൻ്റെ കുടുംബത്തെ അറിയുന്ന, എൻ്റെ തലമുറയെ അറിയുന്ന, എൻ്റെ വിഷയത്തെ അറിയുന്ന, എൻ്റെ അർദ്ധരാത്രിയെ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. കോടികളുടെ ആസ്തിയാ, കോടികളുടെ ആസ്തി. എല്ലാം 10-13 പേര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ട തള്ള വിഷമിക്കുക. ലഭിച്ച നന്മ, അധ്വാനിച്ച നന്മയല്ല 79-ാമത്തെ വയസ്സിൽ അപകരിക്കപ്പെട്ട് ചോരുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറത്തുള്ളതല്ല, ബന്ധുക്കോസിലുള്ളവരാ. ലൈവാണല്ലോ, എല്ലാം പറയുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എലീശ പറഞ്ഞ് 2 കുടവും കൊണ്ടുവാ എന്നല്ല പറഞ്ഞേ, 2 കലമെടുത്തു എന്നല്ല പറഞ്ഞേ. എന്താ എലീശ പറഞ്ഞേ? നിന്റെ വിടുതൽ നടക്കാൻ പോവാ. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്വോത്രം പറഞ്ഞേ. ഇത്രയും നേരമായിട്ട് നീ സ്വോത്രം പറയാതിരിക്കുന്നവരുണ്ടല്ലോ. കെട്ടഴിയാത്ത ഉപദേശത്തിന് കുഴപ്പമല്ല, കമ്മിറ്റിയുടെ കുഴപ്പമല്ല. കെട്ടഴിയാത്ത നിന്റെ വായ പിശാച് കെട്ടിയേക്കുക. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കെട്ടഴിയണം. നീ ഒന്ന് പറ, തുറക്കാൻ പറ. നീ മുട്ട്, തുറക്കാൻ പറ, തുറക്കാൻ പറ. തുറന്നേ മതിയാകുമെന്ന് പറ. ഈ നേരം പുലരുന്നതിന് മുമ്പേ ചിലതൊക്കെ സംഭവിക്കാതിരിക്കാൻ ഇന്ന് പകൽ നീ വാതിൽ തുറന്നേ മതിയാകൂ. ഇന്ന് പകൽ ശക്തമായ ഈ ദൂത് ജനം ഏറ്റെടുക്കാതെ പോകരുത്. നീ ദൈവത്തോട് പറ, വാതിൽ തുറന്നേ മതിയാകൂ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആഴത്തിൽ ചില പോരുകൾ ദൈവം അഴിക്കുകയാ. ശൂന്യതകളെ ദൈവം മാറ്റാൻ പോകുകയാ. തകർച്ചകളെ ദൈവം മാറ്റാൻ പോകുകയാ. പുതിയ ചില ഉറവകൾ നീ അറിയാത്ത മേഖലയിൽ നിന്ന് നിന്റെ കിണറിലേക്ക്, നീ കുഴിച്ച കുഴിയിലേക്ക് ദൈവം ഒഴുക്കാൻ പോകുകയാ.
അർത്തുരജാലക വേദിരാജ സന്ദരവേദ റൗഷപ്രമന ദുഗരച്ചാല വേദിക്കടക എല്ലാവരും ആരാധിക്കട്ടെ. കുടുംബങ്ങളുടെ ഉള്ളറകളിലെ ചില ശൂന്യതകൾ മാറട്ടെ, തലമുറയുടെ ശൂന്യതകൾ മാറട്ടെ. വിശ്വസിച്ചാരാധിക്കാം, വിശ്വസിച്ചാരാധിക്കാം. ഓ ജയം 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 ജയം. കാറ്റ് കാണുകയില്ല, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, നീ പ്രതീക്ഷിക്കുന്ന ഒന്നും കാണുകയില്ല. പക്ഷെ നിറയാൻ പോകുകയാ, നിറയാൻ പോകുകയാ, നിറയാൻ പോകുകയാ. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, വീണ വായിച്ചാൽ മതി, വീണ വായിച്ചാൽ മതി. നീ ഒന്ന് സ്തുതിച്ചേ, നീ ഒന്ന് ആരാധിച്ചേ, നീ ഒന്ന് അഭിഷേകത്തെ ജ്വലിപ്പിച്ചേ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കാണുന്ന ദൈവമുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും. എന്നെ കാണുന്ന, എൻ്റെ കുടുംബത്തെ കാണുന്ന, എൻ്റെ തലമുറയെ കാണുന്ന, ഓ എൻ്റെ വിഷയങ്ങളെ കാണുന്ന, അർദ്ധരാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്നവൻ്റെ ഞെരുക്കം കാണുന്ന, എൻ്റെ അടുക്കളയിലെ ശൂന്യത കാണുന്ന ഒരുത്തൻ എനിക്കുണ്ട്. ഞാൻ ഈ രാത്രി ഇനി മാറ്റിവെക്കത്തില്ല. നാളത്തേക്കെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വന്നവൻ മരിക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ പ്രാണൻ ഹല്ലേലൂയ അവനെ വിട്ടുപോകാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് അവൻ. അതുകൊണ്ട് ഈ രാത്രി നാളത്തേക്ക് മാറ്റി വെക്കത്തില്ല. അടുത്ത മാസത്തെ വെള്ളിയും ശനി ഞായറും ആകട്ടെ എന്നിവൻ വിചാരിച്ചില്ല. എന്നാൽ ഈ 10-ാം മാസത്തിന്റെ അവസാനത്തെ 3 ദിവസം ആകട്ടെ എന്ന് വെച്ചില്ല. അവൻ ആ രാത്രി എഴുന്നേറ്റു, അവൻ ആ രാത്രി പോയി, അവൻ ആ രാത്രി മുട്ടിയെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടിയുള്ള പകലാണ്. ഈ ദിവസം നീ വിട്ടുകൊടുക്കരുത്. ഓ റബ ശന്ദ റബ ലബശ്. പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നീ പറ, കർത്താവേ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? അപ്പാ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ ഒന്ന് അറിയണം, എൻ്റെ ഹൃദയത്തെ അറിയണം, എന്നെ ഒന്ന് പരീക്ഷിക്കണം, എൻ്റെ നിലവുകളെ അറിയണം. ഓ വ്യസനത്തിനുള്ള എല്ലാവരും പറഞ്ഞേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ ഒന്ന് നടത്തണമേ. ഓ പ്രാർത്ഥിക്കാൻ പോകുകയാ. നിങ്ങളെല്ലാം മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിലും ഞാൻ ഈ പകൽ സമയമെടുക്കുന്നില്ല. നമ്മൾ അടുത്ത ദിവസമൊക്കെ പ്രാർത്ഥനകളാണല്ലോ. ഒരു നിമിഷം വയ്യെങ്കിലും ഒന്ന് എഴുന്നേറ്റോ, ഒരു സമർപ്പണത്തിനായിട്ട്. ഹല്ലേലൂയ. ഇനിയും ഈ ശൂന്യത തുടരാൻ നീ അനുവദിക്കരുത്. ഞാൻ ആവർത്തിച്ച പദം പറയുന്നു. ഈ ശൂന്യത തുടരാൻ, ഈ ഇല്ലായ്മ തുടരാൻ, ഈ അർദ്ധരാത്രി തുടരാൻ, ഈ ഇരുട്ടിൻ്റെ ഭീകരതകൾ തുടരാൻ നീ ഇനിയും അനുവദിക്കരുത്, ഇനിയും വിട്ടുകൊടുക്കരുത്. ഈ രാത്രി അല്പദൂരം നടക്കണമെങ്കിലും നീ നടന്ന സ്നേഹിതൻ്റെ വാതുക്കവാ, സ്നേഹിതൻ്റെ വാതുക്കവാ. മറ്റൊരുത്തൻ്റെയും വാതുക്കൽ പോകരുത്. ഓ ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മറ്റൊരുത്തൻ്റെയും വാതുക്കൽ നീ പോകരുത്. വേണ്ടുവോളം തരുന്ന സ്നേഹിതൻ നിനക്കുണ്ട്. നീ ആ സ്നേഹിതനെ കണ്ടിട്ട് എത്ര നാളായി? ആ സ്നേഹിതനുമായി ഇടപഴകിയിട്ട് എത്ര നാളായി? ആ സ്നേഹിതനെ സ്നേഹിത
ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി? ആ വാതിൽക്കൽ ചെന്നിട്ട് എത്ര നാളായി? നീ അകലം വിട്ട് നടക്കുകയല്ലായിരുന്നു. ഇന്ന് പകൽ ആ സ്നേഹിതന്റെ വാതിൽക്കൽ വാ. നീ ആ വാതിരി മുട്ട്. അവൻ എഴുന്നേക്കാൻ അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാം, അല്പം നേരം അവൻ എഴുന്നേക്കാതിരുന്നേക്കാം. പക്ഷെ മുട്ടു നിർത്തരുത്. ഓ അടയാത്തൊരു വാതിൽ നിന്റെ മുമ്പിൽ മലർക്ക തുറക്കാൻ പോകുകയാണ്. നീ പോയിടത്തൊക്കെ ഒന്ന് തരും, രണ്ടാമത് തരും, പിന്നെ നീ വിളിച്ച ഫോൺ പോലും അവരെടുക്കത്തില്ല. അവരുടെ പരിപാടി തീർന്നു. പക്ഷെ ഇവൻ തുറന്നു കിട്ടിയാൽ മതി. തുറന്നാൽ പിന്നെ അവൻ അടയ്ക്കത്തില്ല. നീ തന്നെ മുട്ടി തുറപ്പിക്കണം. നിന്റെ മുമ്പിൽ അടഞ്ഞ ആ വാതിൽ നീ തന്നെ ആത്മാവിൽ മുട്ടി തുറക്കണം. തുറന്നാൽ പിന്നെ അതടയത്തില്ല. ഓ, എത്ര പേര് ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി അടയാത്തൊരു വാതിൽ അവൻ തുറക്കാൻ പോകുകയാ. തുറന്നു കിട്ടിയാൽ അകത്ത് വേണ്ടതെല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടിയത്, മക്കൾക്ക് വേണ്ടിയത്, മരുമക്കൾക്ക് വേണ്ടിയത്, കൊച്ചുമക്കൾക്ക് വേണ്ടിയതെല്ലാം അവന്റെ അകത്തുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ശുഭന രഗന രഗത. അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് വഴികളുണ്ട്, അതിനകത്ത് ഉറവകളുണ്ട്, അതിനകത്ത് നന്മയുണ്ട്, ഗുപ്ത നിധികൾ അതിനകത്തുണ്ട്. അവൻ പുരാതന സമ്പത്തിന്റെ ഉടമയാ. മറവിടങ്ങളെ മറച്ചു വച്ചിരിക്കുന്ന ഗുപ്ത നിധികൾ അതിനകത്തുണ്ട്. ഓ എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഇനിയും നീ ശൂന്യതയിൽ കൂടെ പോകരുത്, ഇല്ലായ്മയിലൂടെ പോകരുത്. ഇന്ന് പകൽ ചില ആത്മഹത്യകൾ ദൈവം മാറ്റുകയാണ്. എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് എഴുത്തെഴുതി വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ കൊതിക്കുന്ന ആരോ അകത്തോ ലൈവിലോ എന്നെ കേൾക്കുകയാ. നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇത് അവസാനിപ്പിക്കാനുള്ള ജീവിതമല്ല, ഇത് തുടരാനുള്ള ജീവിതമാണ്. നീ ആരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, പരിഹസിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ, അവരുടെ മുമ്പിൽ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും ഇന്ന് പകൽ മാനിച്ചുയർത്താൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ കണ്ണുനീര് ദൈവത്തിൽ എത്തിക്കഴിഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവത്തിൽ എത്തിക്കഴിഞ്ഞു. മറുപടിയെ തടയുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് പകൽ നീ ഒന്ന് ആരാധിച്ചഴിക്കുമെങ്കിൽ ഹല്ലേലൂയ, സ്വർഗം നിന്റെ മുഖത്തെ ആദരിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർക്കായോ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ആ ഹൃദയം ദൈവത്തിലേക്കൊന്ന് ഉയർത്തുമോ? നിന്റെ സങ്കടം നീ ദൈവത്തോടൊന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയൊക്കെയോ ഓർത്ത് ഇസ്രായേൽ രാജാവിനെയും കൂടെ വന്ന രാജാവിനെയും ഞാൻ ആദരിക്കത്തില്ലായിരുന്നു. പക്ഷേ യഹോസാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ച് നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരാൻ പോവാന്ന് പറഞ്ഞ പോലെ നിന്നോട് ദയ കാണിപ്പാൻ ഇന്നലകളിൽ കരഞ്ഞ ആരോടോ ദൈവം ഓർത്ത് നിന്നെ വിടുവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ, എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ഇതൊരു നഷ്ടമല്ല, ഈ കൈ ഉയർത്തിയൊരു നഷ്ടമല്ല, ഇതൊരു വിടുതലിന്റെ തുടക്കമാണ്. ഒരു ദിവസത്തേക്കുള്ളതല്ല. വറ്റാത്ത ചില നന്മയുടെ ഉറവകൾ നിന്റെ കുഴികളിലേക്ക് പാഞ്ഞു വരികയാ. ഹല്ലേലൂയ. അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ ഈ ജനത്തെ, ഈ ആരാധനാലയത്തിലുള്ളവരെ, ലൈവിൽ കാണുന്നവരെ, അടുത്ത ദിവസങ്ങളിൽ ലൈവ് കാണാൻ പോകുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവർക്ക് വേണ്ടി ഇന്ന് പകൽ വാതിൽ തുറക്കുന്ന ദൈവം, വേണ്ടുവോളം കൊടുക്കുന്ന ദൈവം,
അർദ്ധരാത്രിയിൽ സഹായിക്കുന്ന ദൈവം ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഈ പകൽ വെളിപ്പെട്ടിരിക്കുകയാൽ ആ ദൈവത്തിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. ഇപ്പോൾ ചില വഴികൾ ഓപ്പൺ ആകട്ടെ, ചില ഉറവകൾ ഓപ്പൺ ആകട്ടെ, ചില രോഗങ്ങൾ വിട്ടുമാറട്ടെ, ചില ശൂന്യതകൾ മാറട്ടെ. മുഴുവനത്തെയും യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു.